ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. അപ്പോൾ ആദ്യം തന്നെ പൂക്കളത്തിന് വേണ്ടിയുള്ള പൂ ശേഖരിക്കണം. അതിനാൽ ഞാൻ വീട്ടിൽ തെച്ചിയുള്ളതുകൊണ്ട് തെച്ചിനെ കട്ട് ചെയ്ത് ഒരു കൂടിയിലാക്കിയിട്ട് തെച്ചി സെറ്റാക്കി. ഇനി മഞ്ഞ ചെണ്ടുമല്ലി, ഓറഞ്ച് ചെണ്ടുമല്ലി കടയിൽ നിന്ന് വാങ്ങി. പിന്നെ റോസ്, ഒരു വെള്ളപ്പൂ, പിന്നെ വാടാമല്ലി, പിന്നെ വേറെന്തോ ഒരു വയലറ്റ് കളർ പൂ, ഇങ്ങനെ കുറേ പൂക്കളൊക്കെ വാങ്ങിയിട്ട് ചെയ്തു. പിന്നെ നമ്മൾ തെച്ചിനെ മുറിച്ച് ഇങ്ങനെ പൂക്കൾ ആ കോലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി കൊടുത്തു. ഈ ഒരു ഔട്ട്ലൈൻ ഫില്ലാക്കാൻ വേണ്ടി മഞ്ഞ കളർ ചെണ്ടുമല്ലിയും ഓറഞ്ച് കളർ ചെണ്ടുമല്ലിയും ഗ്യാപ്പ് വിട്ട് മഞ്ഞ ഓറഞ്ച് അങ്ങനെ ഒരു രീതിയിലൊക്കെ വെച്ച് കൊടുത്തു. ഞാനും അമ്മയും ഏട്ടനും കൂടിയിട്ടാണ് ഈ ഒരു പൂക്കളം ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പൂക്കളത്തിൻ്റെ ഒരു ലുക്ക് റെഡിയായി. അപ്പോൾ ഇതിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഓറഞ്ച് ചെണ്ടുമല്ലിയും മഞ്ഞ ചെണ്ടുമല്ലിയും അങ്ങനെ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ വിട്ട് കൊടുത്തു. അതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പൂക്കളത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്നൊക്കെ പറയാം. ഇനി നമ്മുടെ അടുത്ത പണി എന്താണ്? സദ്യ ഉണ്ണണം. പപ്പടം, പഴം, പിന്നെ കറി, അവിയൽ, ചോറ്, പായസം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വാഴയിലയിൽ ഇട്ട് കൊടുത്തു. ചാച്ചമാരൻ അച്ഛനും ഏട്ടനും കൂടിയിട്ടാണ് ഇതെല്ലാം വിളമ്പുന്നത്. ഇതൊക്കെ വിളമ്പി പപ്പടം എല്ലാം പഴവും ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് കഴിച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴിക്കുന്നത്, എല്ലാവരും കഴിക്കുന്നത് അവിയലാണ് കേട്ടോ. അപ്പോൾ അവിയലെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ചോറുണ്ട് തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം